കൂടെ നിർത്തി വളർത്തിക്കൊണ്ടുവന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച ആളുകൾ പാർട്ടിക്കും സർക്കാരിനും എട്ടിന്റെ പണി തന്നാലോ? അത് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു RSSന്റെ ഒരു പരിപാടിയുണ്ട്, ജ്ഞാനസഭ. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യ മുഴുവൻ ഫലപ്രദമായി നടപ്പാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമാണ്. RSSകാരാ സംഘടിപ്പിക്കുന്നത്, അവരുടെ ഒരു സംഘടന, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒന്ന്. അപ്പൊ അതില് കേരളത്തിൽ നിന്നും 4 VCമാര് പങ്കെടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഇടതുമുന്നണി ഭരിക്കുന്ന സ്ഥലമാണ്. RSSനെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റുമായി ഇവിടെ ഉള്ളത്. ഈ സംസ്ഥാനത്ത് നിന്ന് 4 വൈസ് ചാൻസലർമാര് ഈ RSSകാരുടെ ജ്ഞാനസഭയിൽ 4 ജ്ഞാനികള് പങ്കെടുത്തിരിക്കുന്നു. കേരള, കാലിക്കറ്റ്, കണ്ണൂര്, ഒപ്പം നമ്മുടെ ഫിഷറീസ് സർവകലാശാല, അതിന് കുഫോസ് എന്നാണ് പറയുന്നത്. ഈ 4 ജ്ഞാനികളാണ് RSS സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആദ്യത്തെ 3 പേരെ വിട്ടേര്, അവര് ഗവർണർ നിയമിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില RSS ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ കുഫോസിന്റെ വൈസ് ചാൻസലർ ഒരു ഡോക്ടർ A. ബിജുകുമാർ, അദ്ദേഹം ഈ ജ്ഞാനസഭയിൽ പങ്കെടുത്തിരിക്കുന്നു. അതാണിപ്പം സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുന്നത്. വെട്ടിലായി എന്നാണ്, അതായത് സർക്കാർ വെട്ടിലായി എന്നാണ് മാതൃഭൂമി ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ആ തലക്കെട്ട് വലിയ കാര്യമൊന്നുമില്ല. സർക്കാർ ഇപ്പൊ വെട്ടിലാണ്, സ്ഥിരമായിട്ട് വെട്ടിൽ കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ ജ്ഞാനസഭയുടെ കാര്യത്തിൽ പറ്റിയ അതിന്റെ പേരിൽ വെട്ടിലായി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ആരാ? സ്വന്തം VCയാ, CPMന്റെ സ്വന്തം ആളാണെന്നേ. സർവകലാശാലകളിലെ CPM അനുഭാവികളായ അധ്യാപകരുടെ ഒരു സംഘടനയുണ്ട്, ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻസ് എന്നാണ് അതിന് പറയുന്നത്. അതിലെ ഒരു പ്രധാന നേതാവായിരുന്നു നമ്മുടെ ബിജുകുമാർ. അദ്ദേഹത്തെ VC ആക്കിയപ്പോഴ് ഈ സംഘടന സ്വീകരണവും കൊടുത്തതാ, അത്രയ്ക്ക് അടുത്താളായിരുന്നു. അദ്ദേഹം പോയതാണ് ഇപ്പോ ഗവൺമെന്റിനെയും പാർട്ടിയെയും മാതൃഭൂമിയുടെ ഭാഷയും കടമെടുത്ത് പറഞ്ഞാൽ വെട്ടിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയും ബിന്ദു മാഡവും ഒക്കെ ഇപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപലപനീയമാണെന്നാ പറയുന്നത്. കേരളത്തിലുള്ള VCമാര് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള RSSന്റെ ശ്രമത്തിൽ കൂട്ടുചേരാൻ പോയത് അപലപനീയം എന്നാ പറഞ്ഞത്. ശിവൻകുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ബിന്ദു മന്ത്രിയോ? ആരാണ് ഇവർക്ക് പോകാൻ അനുവാദം കൊടുത്തത്? ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, പോകേണ്ടവർക്ക് പോകാം എന്നുള്ള ഒരു പച്ചക്കൊടി കാട്ടിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡമാണ്. മന്ത്രി പറഞ്ഞിട്ടാണ് VCമാര് പോയത്. പോക്കോളാൻ പറഞ്ഞു, അവര് പോയി. ഇതിൽ എന്നാ അപലപിക്കാനാ? ഈ തുടർ നടപടി എടുക്കും അത്രേ. എന്നാ തുടർ നടപടി എടുക്കാനാ? ഈ സർവകലാശാലകളിലൊക്കെ ചാൻസലറായ നമ്മുടെ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വൈസ് ചാൻസലർമാരായിരിക്കുന്ന ഇവർ പങ്കെടുത്തു. അവരെ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. സർക്കാർ ഓരോന്ന് പറയും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാ പോകരുതെന്ന്, പോകുന്നത് ശരിയല്ലെന്ന്. പക്ഷെ VCമാര് അവർക്ക് തോന്നിയത് പോലെ ചെയ്യും. അതാണ് ചിലരൊക്കെ ചോദിക്കുന്നത്, ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന്.